AC വെൻസ് നമ്മുടെ സൗകര്യത്തിന് അഡ്ജസ്റ്റ് ആക്കി നമ്മുടെ അടിപൊളിയായിട്ട് വെക്കാമെന്നേ. പണ്ടൊക്കെ ഇന്നോവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിയർ AC. എന്നാ പിടിച്ചോ വേണ്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് പോക്കാം. 75,000 രൂപ വരെ വരുന്ന CNG കിറ്റുകൾ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് അട്രാക്റ്റബിൾ, അഫോർഡബിൾ, ഇന്നോവേറ്റീവ്. നമ്മളെല്ലാവരും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി അന്വേഷിക്കാൻ നടക്കുവാണല്ലേ. അതും 7 സീറ്റർ ആയിരിക്കണം. അത് പുതിയ മോഡേൺ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുകയും ചെയ്യണം. അങ്ങനെയുള്ള വെറൈറ്റി വണ്ടികളൊക്കെ നമ്മുടെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും ട്രാഫിക്കിലായിക്കോട്ടെ, ഒരു ദൂരയാത്ര ആയിക്കോട്ടെ, ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ വരുന്നൊരു വണ്ടിയും കൂടെയാണ്. ഇൻട്രൊഡ്യൂസിങ് റെനോ ട്രൈബർ. സോ നമ്മളിപ്പോൾ ഉള്ളത് റെനോ ട്രൈബറിൻ്റെ കൂടെയാണ്. റെനോ ട്രൈബർ എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, ഇവനൊരു ജില്ല തന്നെയാണ്. റെനോയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഓൾഡസ്റ്റ് മാനുഫാക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു എന്താ പറയുക, ലാൻഡ് റോവർ, ബെൻസ് എന്നുള്ള വണ്ടികളുടെയൊക്കെ ലെഗസി തന്നെ അതുപോലെ തന്നെ ഉള്ളൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ റെനോ എന്ന് പറയുന്ന ബ്രാൻഡ്. ഒരു എൻജിൻ മാനുഫാക്ചേഴ്സും കൂടെയാണ്. അപ്പം ഉള്ള സെക്കൻഡ് ഓൾഡസ്റ്റ് മാനുഫാക്ചർ ഇൻ ദ വേൾഡ് എന്ന് വേണം പറയാൻ. റെനോ എന്നാ സുമ്മാവാ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു റെനോയുടെ കഥ എന്ന് പറയുന്നത്. അപ്പം റെനോയെക്കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ഓടിച്ചാണ് പറയാൻ പോകുന്നത്. സൈഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്ന റെനോയുടെ ബാഡ്ജിങ് തന്നെയാണ്. മോർ ഓവർ ഒരു ബോണറ്റ് പോർഷനിൽ ചെറിയൊരു ഒരു മസ്കുലാർ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബംസ് ഒക്കെ കാണാം. അതൊരു എയറോഡൈനാമിക്സ് തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രിൽ പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോം ഇൻസേർട്ട്സ് ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നുള്ളതാണ്. പിന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു ക്ലാഡിങ് ഒക്കെ ഇൻസേർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ ആൾ DRL ഇവിടെ നോക്കി നിൽപ്പുണ്ട്. അത് നല്ല ഭംഗിയാണ്. അത് ഈ വണ്ടിയുടെ ലുക്സിനെ തന്നെ കൊണ്ടുവരുന്നൊരു സംഭവം കൂടെയാണ്. താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് കാണാം. അതൊരു അലൂമിനിയം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് എയർ ഡാം വരുന്നുണ്ട്. അത് ഇതിൻ്റെ എയറോ ഡൈനാമിക്സിനെ സ്പെഷ്യലായിട്ട് പുഷ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സ്റ്റൈലിഷാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും വന്നുകൊണ്ടാണ്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. സോ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത്. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി, അതും 7 പേർക്ക് ഇരുന്ന് പോകാനുള്ളൊരു വണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഹരം കൂടെയാണ്. ഇപ്പോൾ 2024 നിന്നും 2025 വരുമ്പോൾ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണെന്ന് ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇപ്പോൾ ഈ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സെയിൽസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി ഇപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടെ എടുത്ത് പറയാം. നിങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും ഹില്ലി ഏരിയ ആണോ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് റോഡ് പ്രശ്നമുള്ള ഏരിയയിലാണോ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 182 mm ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് സംഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീൽ ബേസിൻ്റെ കാര്യത്തിൽ യാതൊരു രീതിയിലും പുറകോട്ടല്ല. വലിയ വണ്ടികളായിട്ടുള്ള വണ്ടികളുടെ വീൽ ബേസ് തന്നെയാണ് വരുന്നത്. 2636 mm ആണ് ഈ വണ്ടിയുടെ വീൽ ബേസ് വരുന്നുള്ളതാണ്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള അലോയ് അല്ലേ, നല്ല സൂപ്പർ അലോയാണ് വന്നിരിക്കുന്നത് അല്ലേ. എന്നാൽ അലോയ് അല്ല, ഈ സാധനം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫ്ലെക്സി ടയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിമ്പിളായ ഒരു അലോയ് ലുക്സിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. 15 ഇഞ്ചിൻ്റെ ടയർ തന്നെയാണ് വരുന്നത്. ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 185/65/R15 ആണ് അളവ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സൈഡ് പോർഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ബൾജസ് കാര്യങ്ങൾ നമ്മുടെ നിസാൻ മാഗ്നൈറ്റിൻ്റെ പോലെ തന്നെ ലുക്സ് വരുന്ന പോലെ തന്നെ ഒരു വണ്ടിയും കൂടെയാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഒരു ലൈറ്റ് ഒരു എന്താ പറയുക, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവന്നിരിക്കുകയാണ് മിററിൽ. അതൊക്കെ പുതിയ അപ്ഡേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. നമുക്ക് A പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, B പില്ലറിൽ ഒരു ബ്ലാക്ക് ഫിനിഷ്, C പില്ലറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്ലാഡിങ് പോലെ തന്നെ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നുള്ളതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് വന്നിരിക്കുന്നത്. ഒരു പെർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽ തന്നെയാണ്. 50 കിലോഗ്രാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണോ, നിങ്ങൾക്ക് ബൂട്ട് സ്പേസ് എന്തെങ്കിലും കുറവാണെന്ന് തോന്നിയോ, നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ വെക്കാം. മറ്റ് പല വണ്ടികളും ഇതിൻ്റെയൊക്കെ മേളിൽ വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഷോയ്ക്കുള്ള റൂഫ് റെയിലാണെങ്കിൽ ഇത് വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള റൂഫ് റെയിലാണെന്ന് വേണം പറയാൻ. 50 കിലോഗ്രാം വരെ താങ്ങാൻ പറ്റുന്നൊരു സംഭവം കൂടെയാണ്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാർട്ടർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കുറച്ച് ഹൈറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബൾജിങ് പോലെ കാണാം. അത് നമ്മുടെ ബാക്കിലുള്ളതിൻ്റെ ഹെഡ് റൂം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നല്ല രസമുണ്ടല്ലേ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഒരു നല്ലൊരു അടിപൊളി ഹാൻഡിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്.
ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്റ്റിക്കറിങ് കാര്യങ്ങളെല്ലാം കാണാം. ബാക്കിലാണെങ്കിലും ഒരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പെട്രോൾ ടാങ്ക് വരുന്നത് നമ്മുടെ ഡ്രൈവർ സൈഡിലാണ് വരുന്നത്. 40 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരിക. സോ ബാക്ക് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി. കാരണം ബാക്ക് നോക്കിയാൽ നല്ലൊരു രസമാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നു. അത്യാവശ്യം ഒരു വലിയതായിട്ടുള്ള ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. ഡിഫോഗർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വൈപ്പേഴ്സ് അവൈലബിൾ ആണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ഇതിനകത്ത് കാണാം. അതുപോലെ തന്നെ അതും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതും യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഡിസൈനും കൂടെ ഇതിനകത്ത് വന്നിരിക്കും. കാരണം ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് എല്ലാവർക്കും ഇഷ്ടമാണ്. മോർ ഓവർ ഈ വണ്ടി പല കളറിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. മസ്റ്റാർഡ് യെല്ലോ, ബ്ലാക്ക് കളറ്, വൈറ്റ് കളറ്, പിന്നെ അതുപോലെ സിൽവർ, അങ്ങനെ പല കളേഴ്സിലും ഏകദേശം 5 കളറോളം അവൈലബിൾ ആണ്. സിംഗിൾ ടോണിലും ഡ്യുവൽ ടോണിലും അവൈലബിൾ ആണ്. ഡ്യുവൽ ടോൺ അല്പം റേറ്റ് കൂടുമെന്ന് മാത്രം. പക്ഷേ ബ്ലാക്ക് കളറിൽ ഈ വണ്ടി അവൈലബിൾ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. ബ്ലാക്ക് കളർന്ന് ഊഹിച്ച് നോക്കി. അപ്പോൾ ഇതിനകത്ത് ട്രൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കാണാം. നമ്മുടെ റെനോയുടെ ബാഡ്ജിങ് കാണാം. നല്ല രസമുണ്ട്. ട്രൈബർ എന്നുള്ള അകത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒളിച്ചിരിക്കും ഒരുത്തൻ. ഇതിനകത്ത് എന്താ അറിയാതെ ക്യാമറയാണ്, ബാക്ക് ക്യാമറയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ പറയുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊള്ള ആ ഒരു എലമെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ബാക്ക് പോർഷൻ മൊത്തത്തിൽ കളറായിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടിയുടെ പടമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുണ്ട്. സോ 7 പേര് യാത്ര ചെയ്യുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് അല്പം ലിമിറ്റഡ് ആണെന്ന് വേണം പറയാൻ. കാരണം ഇന്നോവയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ, ഇത്രയൊക്കെ സ്പേസൊക്കെയാണ്. പക്ഷേ ഇന്നോവയ്ക്ക് കുറച്ചുകൂടെ ഉണ്ടാവും. 82 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സീറ്റ് അങ്ങ് മറിച്ചിടുവാണ്, ഈ 2 സീറ്റ് മറിച്ചിടുവാണെങ്കിൽ 320 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. അത് മതി. കാരണം എപ്പോഴും എല്ലാവരും ഈ വണ്ടി ഉപയോഗിച്ചിട്ട് ഫുള്ളി പാക്ഡ് ആയിട്ടൊന്നും പോകത്തില്ല. ഈ സീറ്റ് എന്തായാലും മറിച്ചിട്ടാണ് പോകുന്നത്. ഈ വണ്ടിക്ക് പിന്നെ വേറൊരു ഗുണമുണ്ട്. ഇതിൻ്റെ സെൻട്രൽ സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ വേണമെങ്കിലും മറിച്ചിടാം. ഇത് മറിച്ചിട്ടിട്ട് ഒരു സൈക്കിൾ കയറ്റണോ, മറ്റേ സാധനം മറിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം കയറ്റണോ, സ്കേറ്റ് ചെയ്യുന്ന സാധനം വേണം, എന്ത് സാധനം വേണമെങ്കിലും. ഇപ്പം മോഡേൺ വേൾഡിൽ നമ്മൾ അല്ലെങ്കിൽ എല്ലാവരും ഓരോ സാധനങ്ങൾ കൈക്കൊണ്ട് നടന്ന് പിള്ളേർക്ക് പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സാധാരണ ഫാമിലി, ഒരു മിഡ് ബഡ്ജറ്റ് വണ്ടി നോക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇത് ഓക്കെയാണ്, ഇത് പക്കയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻട്രൽ സീറ്റിൽ സ്ലൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസിൻ്റെ കാര്യം വരുന്നത്. നമ്മൾ അകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് അമേസിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റെനോയുടെ തനതായ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ഒരു അലൂമിനിയം ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നൈസായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചസും, അതുപോലെ തന്നെ ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ചസുമാണ്. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് എല്ലാം കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അനലോഗ് കം ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മിശ്രിതമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് അതിനകത്ത് വരുന്നത്. വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഡിസൈൻ തന്നെയാണ്. നിങ്ങൾക്കറിയാം, മേലത്തെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. നല്ലൊരു വെട്ടം കിട്ടാൻ വേണ്ടി തന്നെ നല്ലൊരു കവറിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. AC വെൻസ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഡോർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ വണ്ടിയുടെ 2024-25 അപ്ഡേറ്റിലൊക്കെ വരുമ്പോൾ RXC എന്ന് വെച്ചാൽ ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് പവർ വിൻഡോ, അതുപോലെ തന്നെ നമുക്ക് ഈ സെൻട്രൽ ലോക്കിംഗ് എല്ലാം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബേസ് വേരിയൻ്റ് എടുത്താൽ പോലും നിങ്ങൾക്ക് നഷ്ടമില്ല. 6.25 ലക്ഷം തൊട്ട് 8.25 റേഞ്ച് വരെയൊക്കെയാണ് ഒരു എക്സ്ഷോറൂം പ്രൈസൊക്കെ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ റോഡ് പ്രൈസൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൺട്രോൾസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത് ഇനി മിറർ ഫോൾഡിങ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മിററൊക്കെ നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്യാന്നുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഞെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതുപോലെ തന്നെ ഇത് ഫോൾഡിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2024 അപ്ഡേറ്റിൽ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. നല്ല സ്വിച്ചസ് എല്ലാം വരുന്നുണ്ട്. സെറ്റിങ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം, ഡിസ്പ്ലേ, കണക്ടിവിറ്റി സിസ്റ്റം, ഇതിനകത്തൊരു ട്രിപ്പ് മീറ്ററൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ട്രിപ്പ് ഇൻഫർമേഷൻ എല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയിട്ടുണ്ട് നമുക്ക് സാധനമൊക്കെ ഇടാനായിട്ട്. അത് നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷ്, ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ബീച്ച് ഫിനിഷ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് തന്നെയാണ്. ഇവിടെ നമുക്ക് വരുമ്പം നോർമൽ ആയിട്ടുള്ള സ്വിച്ചസും അത് നല്ല ക്വാളിറ്റി സ്വിച്ചസ് ആണ്. ട്രാക്ഷൻ കൺട്രോൾ, ലോക്കിട്ടർ, ഇതിൻ്റെ അസാഡിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഡിഫോഗർ, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമാറ്റിക് കൺട്രോൾസ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനും മൊബൈൽ, അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിസിൻസും ഒക്കെ വെക്കാനായിട്ടൊക്കെയുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക്
സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടെയാണ് വരുന്നത്. CNG വണ്ടികൾക്കാണെങ്കിൽ ഇവിടെ ഒരു CNGയുടെ ബട്ടൺ കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവറിന് CNG ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് നല്ലൊരു മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. കിലോമീറ്റർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു മൈലേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് CNG ഓപ്ഷൻ എന്തായാലും നിങ്ങൾ ടാക്സിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു ചോയ്സാണ്. 7 സീറ്റർ വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സ്പേസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സെൻറ്റർ ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു വയർലെസ് സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവിടെ നമുക്കൊരു ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത്. ഒരു 5 സ്പീഡ് മാനുവലിലും ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് നോക്കണം, ഐ മീൻ ഏറ്റവും ലാസ്റ്റ് വേരിയൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് വേരിയൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവൽ. ഇത് 5 സ്പീഡ് മാനുവലാണ് വരുന്നത്. റിവേഴ്സ് ഫ്രണ്ടിലോട്ടാണ് വരിക. ഇത് ഇവിടെയും നമുക്ക് സ്പേസ് ഒക്കെ കാണാം. കൂളിംഗ് ഓൺ ഓഫ് ഇതിനകത്ത് കൂൾ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനം ഒന്നും ഇട്ട് കൂൾ ചെയ്യൽ. ഇത് അല്ല നോർമൽ ഒരു കൂളിങ്ങിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ മൊബൈൽ അങ്ങനെയുള്ള സാധനമൊക്കെ നോബ് കാര്യങ്ങളൊക്കെ കാണാം. 1 2 3 ഫാൻ സ്പീഡൊക്കെ കാണാം. അതുപോലെ തന്നെ നല്ലൊരു സീറ്റിംഗ് തന്നെയാണ് കാണുന്നത്. നല്ലൊരു ലെതർ അപ്പോൾസറിയാണ് കാണുന്നത്. നല്ലൊരു തൈ സപ്പോർട്ടാണ് കിട്ടുന്നത്. ഈ വണ്ടി കൊള്ളാം കേട്ടോ. അസാധ്യ വണ്ടിയാണ്. നല്ലൊരു എന്താ പറയുക, സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയും വേണ്ട നിങ്ങളുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട്. കുറഞ്ഞ വണ്ടിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇതേ വോയിസ് കമാൻഡ്സ് വരെ ഉണ്ട്. ഇവിടെ ഒരു വോയിസ് കമാൻഡ് സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഇതേ വോയിസ് കമാൻഡ് സ്വിച്ച്. നമുക്ക് വോയിസിലൂടെ തന്നെ നമുക്ക് ഇതായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഓട്ടോ ഡിമ്മിങ് IRVM വരുന്നത്. നമ്മുടെ പുറകിൽ നിന്നൊക്കെ വണ്ടിയുടെ വെട്ടമൊക്കെ വന്നാൽ ഇവനൊക്കെ അങ്ങ് ഇതാക്കി തരും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കണ്ണൊന്നും ഇതാകത്തില്ല. ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മൈൻ്റെ സംഭവങ്ങൾ, അതുപോലെ സൺഷെയ്ഡ്സ് കാര്യങ്ങൾ, ഇതുപോലെ തന്നെ എന്താ പറയുന്നത് വാനിറ്റി മിറർ, എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബാക്ക് പോർഷൻ നോക്കാം. സോ നമ്മൾ സെൻട്രൽ സീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അതെ ഇത് തന്നെ. വാ, സ്ലൈഡ്. നമുക്ക് സ്ലൈഡ് ചെയ്ത് നമ്മുടെ സൗകര്യത്തിന് ഇങ്ങനെ ഇരിക്കാം. പോരാനായിട്ട് ഇതും കൂടെ കണ്ടു. അപ്പോൾ നമ്മൾ മുതലാളിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവാം, സുഖിച്ചങ്ങ് പോവാം. ഡ്രൈവർ വണ്ടി എടുക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. മാത്രമല്ല ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോഡിലാണ് ഈ വണ്ടി പറയുക. ക്യാമ്പ്, ഡ്രൈവ്, ലൈഫ്. അപ്പോൾ അതിനകത്ത് ലൈഫ് മോഡ് എന്ന് പറഞ്ഞാൽ 7 പേരെയൊക്കെ ഇരുത്തി അങ്ങ് പോകുന്ന ഒരു സെറ്റപ്പാണ്. ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഈ സീറ്റ് 5 സീറ്റർ ആക്കിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം. അങ്ങനെ 3 മോഡിലാണ് ഈ വണ്ടി അവൈലബിൾ. ആ ഡ്രൈവറിൻ്റെ പരസ്യം തന്നെ അതാണ്, സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന സ്പേസിങ്ങിനെ കാണിക്കാനുള്ളൊരു പരസ്യമാണ്. അപ്പോൾ സെൻട്രൽ സീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് അതേ നോക്കി ഞാനിവിടെ സ്ലൈഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ഹെഡ് റെസ്റ്റാണ് കാണുന്നത്. അപ്പോൾ 2 പേർക്കല്ല 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്നൊരു സംഭവമാണ്. നല്ല സീറ്റാട്ടോ, സൂപ്പർ സീറ്റാണ്. അതേ തൈ സപ്പോർട്ട്, നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ നേരെ ആയിക്കോട്ടെ. സോ ഇങ്ങനെ നൈസായിട്ടൊക്കെ ഇരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആംറോസ്റ്റ് ഉണ്ട്, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ഫ്ലാറ്റ് പോർഷനൊക്കെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് 3 പേർക്ക് കിഡിലോസ്കി ആയിട്ട് ഇവിടെ ഇതിനകത്ത് ഇരിക്കാമെന്നുള്ളതാണ്. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി ഒരു വെറൈറ്റി സംഭവം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫാൻ്റെ സ്പീഡ് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ഇവൻ്റെയാണ്. ഈ സൈഡിൽ നമ്മുടെ സൗകര്യാർത്ഥം മറ്റേ ഇവിടെ നിന്ന് പിടിക്കണം, ഇവിടെ ചേഞ്ച് ആക്കണം ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ AC വെൻസ് നമ്മുടെ സൗകര്യത്തിന് അഡ്ജസ്റ്റ് ആക്കി നമ്മുടെ അടിപൊളിയായിട്ട് വെക്കാമെന്നേ. അതൊരു നൈസ് സംഭവമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. AC വെൻസിൻ്റെ സംഭവങ്ങൾ ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു AC വെൻ്റ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പണ്ടൊക്കെ ഇന്നോവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിയർ AC. എന്നാ പിടിച്ചോ, വേണ്ടിരിക്കുന്നത് ഒരു റിയർ AC ഇരുന്നെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള സംഭവം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഹെഡ് റൂം കാര്യങ്ങൾ, ലെഗ് റൂം എല്ലാം ഉണ്ട്. നീലിക്കുള്ള തന്നെ ഇനി ഒന്നും പറയാനില്ല ഇവിടെ. പിന്നെ ആകെയുള്ള ഇവിടെ ടിൻ കപ്പ് ഹോൾഡർ ഇവിടെ അങ്ങനെ ഒരു ആംറസ്റ്റ് കൊണ്ടുവന്നിരുന്നേ കൊള്ളായിരുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇതിൻ്റെയൊക്കെ ഓക്കെയാണ്, പക്കയാണ്. ഉയ്യോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി. അപ്പോൾ ഇനി നമുക്ക് പുറയിൽ കയറാം. സോ നമ്മൾ ട്രൈബറിൻ്റെ 3ാമത്തെ റോയിൽ വന്നിരിക്കുകയാണ്. അതെ ഇവിടെ AC വെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല കിടിലൻ ഹെഡ് റെസ്റ്റ് ഉണ്ട്. നല്ല സുഖമായിട്ട് അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഇരിക്കാം. അഡൽസിന് ഇച്ചിരി എന്താ പറയുന്നത് ഒന്ന് സെറ്റായിട്ട് ഇരിക്കണം. ഇവിടെ നമുക്ക് ഒരു മൊബൈൽ ഇങ്ങനെ കുത്തി വെക്കാനുള്ള സ്പേസ്, ഇവിടെ നല്ല ചാർജ് ചെയ്യാനുള്ള സ്പേസുകളെല്ലാം കാണുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല 3rd റോ സീറ്റാണ്.
അത് മാത്രമല്ല ഇവനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഒരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. കെമിസ്ട്രി ഇല്ലാത്തവൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഇരുന്നോണം, എന്നാലേ മാത്രമേ ഇവിടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇതെന്ന് പറയുന്ന ഒരു വൺ ടച്ച് സാധനമാണ്. കണ്ടോണേ. അപ്പം ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് പൊക്കാം. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് തന്നെ പുറകിലിരുന്ന് ഈസി ആയിട്ട് നേരെ അങ്ങ് എടുക്കാം. അപ്പോൾ ട്രൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അട്രാക്റ്റബിൾ, അഫോർഡബിൾ, പിന്നെ അതുപോലെ തന്നെ ഇന്നോവേറ്റീവ്. ഇപ്പോൾ അട്രാക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് വൈസ് ആണ് പറയുന്നത്, നല്ല അട്രാക്റ്റീവാണ് വണ്ടി, നല്ല SUV ലുക്ക് കിട്ടുന്നൊരു വണ്ടി. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, നമ്മുടെ പൈസയ്ക്ക് ഒതുങ്ങുന്നൊരു വണ്ടിയാണ്. ഇന്നോവേറ്റീവാണ്, പുതിയതായിട്ടുള്ള വയർലെസ് ചാർജിങ് അടക്കമുള്ള പുതുപുത്തൻ ഫീച്ചേഴ്സ്, ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ ഈ വണ്ടിക്കകത്ത് വരുന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാക്ക് പോർഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. മൊത്തത്തിൽ ഈ വണ്ടി വളരെ ഇമ്പ്രസീവായിട്ട്. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓടിച്ചിട്ട് പറയാം. ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ഈ കീ ഫോം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ത് രസമാണല്ലേ, നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്ന റെനോയുടെ ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള നല്ല കിടിലനൊരു കീ ഫോം, ലോക്ക് അൺലോക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഡിക്കി ഓപ്പൺ, ലൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അടിപൊളി കീ ഫോമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആദ്യം പറയാൻ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്ക് ഈ വണ്ടിയുടെ ആ ഒരു വിസിബിലിറ്റിയാണ് ശരിക്കും എന്നെ അമ്പരിപ്പിച്ചത്. കാരണം എനിക്ക് ഫുള്ളായിട്ട് ഈ വണ്ടിയുടെ ആ ഫ്രണ്ട് പോർഷൻ എല്ലാം കാണാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ആയിക്കോട്ടെ, ലേഡീസിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഫാമിലി മാൻ ആയിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, യങ്സ്റ്റേഴ്സിനായിക്കോട്ടെ, എല്ലാവർക്കും ഈ വണ്ടി ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമാണ്. ഇത് കണ്ടോ, വളരെ ലൈറ്റ്, ഫെദർ ലൈറ്റ് ആയിട്ടാണ് ഈ സംഭവത്തിൻ്റെ സ്റ്റിയറിങ്. തൊട്ടാൽ മതി അങ്ങനെ അങ്ങ് പോവുകയാണ്. അതുപോലെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിയുടെ ഒരു ആഡ് ഓൺ എന്ന് വേണം പറയാൻ. വലി എങ്ങനെയുണ്ട് എനിക്ക് അതറിഞ്ഞാൽ മതി, നിങ്ങൾ വേറെ കഥയൊന്നും പറയണ്ട, വലിയെക്കുറിച്ച് എന്നൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി എന്ന് പറയുന്നത് റെനോ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഇവർക്ക് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ബെൻസ്, ലാൻഡ് റോഡിലൊക്കെ ആൾക്കാരുടെയൊക്കെ ആ സമയത്ത് തന്നെ ഇത് തുടങ്ങിയാണ്. എൻജിൻ മാനുഫാക്ചേഴ്സാണ്, എനർജി എൻജിൻസ് എന്നാണ് ഇവരുടെ എൻജിനെ തന്നെ വിളിക്കുന്നത്. സോ വണ്ടിയുടെ പവർ വരുന്നത് 72 PS പവറാണ് ഈ വണ്ടിക്ക് പവർ വരുന്നത്. അതുപോലെ തന്നെ അത് 72 PS അറ്റ് 6300 RPM ആ റേഞ്ചിലൊക്കെയാണ് ഏകദേശം വരിക. അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ടോർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 96 Nm ടോർക്ക് അറ്റ് 3500 RPM. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു മൊത്തത്തിൽ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് നമ്മൾ പെർഫോമൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, വണ്ടി പതുക്കെ നേരെ പിടിക്കുന്നു, അടുത്ത ഗിയർ ഇടുന്നു, സ്മൂത്തായിട്ട് അടുത്ത ഷിഫ്റ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ടുള്ള ഓടിയരാണെന്നുണ്ടെങ്കിൽ വണ്ടി കുറച്ച് ഡിലേ കാണിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും, കണ്ടോ വണ്ടി തുള്ളും, ഇങ്ങനെ തുള്ളിയേ പോവുള്ളൂ. അപ്പോൾ തുള്ളലില്ലായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സോഫ്റ്റായിട്ട് ഗിയർ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഇത് കണ്ടില്ല, ഇതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ ഒരു പ്രശ്നവും വരുന്നതല്ല. ഞാൻ ഈ ഒരു CMFA പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് ഉള്ളൊരു വണ്ടിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലുള്ള ഒരു റേറ്റിലുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതും 3 സിലിണ്ടർ എഞ്ചിനാണ് വരിക. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനിലാണ് ഈ വണ്ടി അവൈലബിൾ ആകുന്നത്. അത്യാവശ്യം നല്ല പവറോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാഗ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. വണ്ടി ഒരു ഇടത്തരം സ്പീഡ് അച്ചീവ് ചെയ്യാൻ ഈ വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ ഉള്ള ഒരു പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സസ്പെൻഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സസ്പെൻഷനൊക്കെ ഫാർ ബെറ്റർ ആണ്, നല്ല ഫീൽ കിട്ടുന്നുണ്ട്. നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗിയറിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗിയർ റേഷ്യോ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിങ് നമുക്ക് പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സേഫ്റ്റി സിസ്റ്റംസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഈവൻ പഞ്ചറാണെങ്കിൽ തന്നെ പഞ്ചറാണെന്ന് പറയും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. കൂടുതൽ ഫീച്ചേഴ്സും ഞാൻ പറയാം. 15+ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയും കൂടെയാണ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, EBS+, EBD, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, റിയർ സീറ്റ് ബെൽറ്റ് വാർണിംഗ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ CNG കുറിച്ചൊന്ന് എടുത്ത് പറയണം. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റിട്രോ ഫിറ്റ്മെൻറ്റ് CNG തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ആ കിറ്റാണ് ഇതിനകത്ത് വരുന്നത്. ബാക്ക് ടു ബൈ 3 years സ്റ്റാൻഡേർഡ് വാറണ്ടി. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തന്നെ
വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മെയിൻ സേഫ്റ്റി ഫീച്ചേഴ്സാണ് വരുന്നത്. ഏകദേശം 15+ സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് വരുന്നുള്ളതുകൊണ്ട് തന്നെ വണ്ടി വളരെ സേഫ് തന്നെയാണ്. സേഫ്റ്റി സിസ്റ്റംസ് ഒക്കെ നിങ്ങൾ കേട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ സേഫ്റ്റി ഉള്ളൊരു വണ്ടിയും കൂടെയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് NCAP റേറ്റിങ്ങിൽ നമുക്ക് വരിക, ഈ ഒരു അഡൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 സ്റ്റാർ റേറ്റിങ്ങും അതുപോലെ തന്നെ കിഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 സ്റ്റാർ റേറ്റിംഗ് കൂടെ ഉള്ള വണ്ടിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫാണെന്ന് പറയാം. നല്ലൊരു ബിൽഡാണ് ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഈ വണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ടുള്ളൊരു ബ്രേക്കിംഗ് കൂടെയാണ് വേണ്ടി വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് സ്പീഡിൽ പോയിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കാണിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടോ ഒന്ന് ഇതിൻ്റെ ആക്സലറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് സ്പീഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ പാട് പോലെ തോന്നും. പക്ഷെ എന്നാൽ പോലും പതുക്കെയാണ് ഇതിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്കിങ്ങും ഒന്നും പറയാനില്ല. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേസിങ് വണ്ടി തന്നെയാണ്. നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് പോകാൻ, ഈവൻ നമുക്കൊരു ലോങ് ജേണിക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രാഫിക് സിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോകണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യണം, അതുപോലെ തന്നെ വണ്ടി വളയ്ക്കണം, എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് വണ്ടി തന്നെയാണ്. പിന്നെ നമുക്ക് ഈ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഉള്ള എനിക്കൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ എനിക്ക് എപ്പോഴും ഒരു സങ്കടമായിട്ട് തോന്നിയിട്ടൊരു സംഭവമാണ്. കാരണം ഒരു ക്ലാരിറ്റി കുറച്ചുകൂടെ നമുക്ക് നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. സോ റിവേഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു സങ്കടമായിട്ട് തോന്നുന്നത്. റിവേഴ്സ് ക്യാമറ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ആവാം എന്ന് തോന്നുന്നു. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി, ഇതിനൊരു കോമ്പറ്റേറ്റർ ഇല്ലാത്തൊരു വണ്ടിയും കൂടെയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ. ഈ ഒരു പൈസയ്ക്ക് നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നില്ലേ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. സോ ലാഗ് ഉണ്ടോ എന്നുള്ളതാണ്. വണ്ടി അത്യാവശ്യം സ്പീഡ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യും. പക്ഷേ ഒരു മിഡ് റേഞ്ചിൽ നമുക്ക് ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ക്യാബിൻ സൗണ്ടൊക്കെ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ സൗണ്ട് ഡിഫറൻറ്റ് സൗണ്ടാണ്. അത് മാത്രമാണ് ഒരു പ്രത്യേകത ഈ വണ്ടിക്കുള്ളത്. പക്ഷേ ക്യാബിൻ സൗണ്ടൊക്കെ നല്ലപോലെ എല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇനി നമുക്ക് വണ്ടിയുടെ വേരിയൻസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് നോക്കാം. സോ വി ആർ ഡ്രൈവിംഗ് 2025 ട്രൈബർ. 2025 ട്രൈബറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RXC വേരിയൻറ്റ്, ഇതിൻ്റെ തുടക്കത്തിലെ വേരിയൻറ്റ് തന്നെ ഓൾ ഡോർ പവർ വിൻഡോ വന്നിരിക്കുന്നു, സെൻട്രൽ ലോക്കിംഗ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ 8 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിരിക്കുകയാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ്, സ്പീക്കേഴ്സ്, ക്യാമറ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വന്നിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. RXL നമ്മളത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ RXT നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ RXZ ഇതിൻ്റെ ഫൈനൽ വേരിയൻറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് AMT വേരിയൻ്റ് അതിലേക്ക് ആഡ് ഓൺ വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്പീഡ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വണ്ടി എപ്പോഴും അത്യാവശ്യം ഗ്രൗണ്ടഡ് ആയിട്ട് തോന്നുന്നുണ്ട്. റോഡ് ഗ്രിപ്പ് തോന്നുന്നുണ്ട്. അത്യാവശ്യം 1000 കിലോഗ്രാമിൽ താഴെയുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ മൈലേജിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഈ വണ്ടിയുടെ മാനുവലിന് പറയുന്നത് ഏകദേശം 20 കിലോമീറ്ററോളം മൈലേജാണ് പറയുന്നത്. പക്ഷേ ഏകദേശം ഒരു 16-17 കിട്ടുന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലാണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആകത്തുള്ളൂ. അതിന് മൈലേജ് പറയുന്നത് ഏകദേശം 18 ചില്ലറയാണ് മൈലേജ് പറയുന്നത്. അത്യാവശ്യം ഉറപ്പായിട്ട് ഒരു 15 വരെയൊക്കെ എന്തായാലും ആ ഒരു മൈലേജ് കിട്ടേണ്ടതാണ്. അപ്പോൾ അതാണ് മൈലേജിൻ്റെ കാര്യം പറയുക. CNG വണ്ടികളൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ ചോയ്സ് എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടാക്സിക്കാരൊക്കെ. അപ്പോൾ എന്തായാലും CNG കിറ്റുകൾ ഇപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ 75,000 രൂപ വരെ വരുന്ന CNG കിറ്റുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ കൈകറിലോ എന്ന് വെച്ചാൽ പെട്രോൾ വണ്ടി ആയിട്ടുള്ള ഇതിനകത്ത് വരെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, അവർ പറഞ്ഞു തരും. ഈ കിറ്റ് വെച്ചിട്ട് നമ്മുടെ വണ്ടികൾ കൈകറിലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവറിലും ഒക്കെ ക്യുഡിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ടാക്സി വണ്ടിയായിട്ടൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചു നോക്കുക. നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ ഇപ്പം പുതിയ പ്രൈസിംഗ് ഒക്കെ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂട്ടാതെ തന്നെയാണ് പ്രൈസൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആരും ആയിക്കോട്ടെ, വീഡിയോ കാണുന്ന ആരും ആയിക്കോട്ടെ, താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഈ വണ്ടിക്ക് ഒരു കോമ്പറ്റീറ്ററും കൂടെ ഇല്ലാത്തതാണെന്ന് ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് ഒരു 7 സീറ്റർ വണ്ടി നിങ്ങൾ എല്ലാവരും എടുക്കുക. സോ പ്രൈസിനെ കുറിച്ചാണ് പറയുന്നത്. 2 വേരിയൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം. RXC എന്നുള്ള ബേസ് വേരിയൻറ്റും RXZ എന്നുള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ RXCയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓൺ റോഡ് പ്രൈസ്
അപ്പം വരുന്നത് 7,40,80,000 രൂപയാണ് വരുന്നത്. അതിനകത്ത് ബേസിക് ആക്സസറീസ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. RXZ എന്നുള്ളത് ടോപ്പ് എൻഡ് ആണ്. അതിനകത്ത് ഓൺ റോഡ് പ്രൈസ് സിംഗിൾ ടോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 9,88,000 ഡ്യുവൽ ടോൺ ആണെന്നുണ്ടെങ്കിൽ 10,12,000 ആണ് വരുന്നത്. ഇത് മാനുവലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ടോൺ വണ്ടിക്ക് 10,51,000, ഡ്യുവൽ ടോൺ ആണെന്നുണ്ടെങ്കിൽ 10,78,000 ആണ് പ്രൈസ് വരുന്നത്. ആക്സസറീസ് ആയിട്ട് വരുന്ന ഫ്രണ്ട് ഗ്രിൽ ക്രോം ഗാർണിഷ് വരുന്നുണ്ട്, റൂഫ് കാരിയർ വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്, ബോഡി സൈഡ് ക്ലാഡിങ് വരുന്നുണ്ട്, അലോയ് വീൽ വരുന്നുണ്ട്. സോ വണ്ടിയുടെ സർവീസിനെ കുറിച്ചാണ് എല്ലാവർക്കും സംശയമുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. വാറണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഇയർ അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ വരെയാണ് ഈ വണ്ടിയുടെ വാറണ്ടി വരുന്നത്. അതുപോലെ തന്നെ 7 years അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സും നമുക്ക് വാറണ്ടിയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ 5 വർഷം വരെ AMC ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 2000 ചെക്കപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 10,000 അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മാത്രമല്ല 44 പൈസ പെർ കിലോമീറ്റർ എന്നുള്ള കണക്കിലാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിളും കൂടെയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സർവീസ് സ്റ്റേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ. അപ്പോൾ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ചാൻ.